ആൻഡ് അവസാനത്തെ iOS 26ന്റെ ഫൈനൽ ബേറ്റ ആപ്പിൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. യെസ്, iOS 26 ബേറ്റ 8 ആണ് ആപ്പിൾ റിലീസ് ചെയ്തിരിക്കുന്നത്. ഒരു അപ്ഡേഷൻ എൻ്റെ ഡിവൈസിൽ വന്നിരിക്കുന്നത് ഏകദേശം 2.17 GB ഐഫോൺ 11 വന്നിരിക്കുന്നത്. മിക്കവാറും എല്ലാ ഡിവൈസിലും ഈ പറയുന്ന 1 GB എബോവ് വരെയും ഈ ഒരു അപ്ഡേഷൻ പോകുന്നുണ്ട്. 4 GB വരെയും ഈ ഒരു അപ്ഡേഷൻ വന്നതായിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഡിപ്പെൻസ് ആണ്. iOS 26ന്റെ ബീറ്റ 7 നിന്ന് വരെ വന്ന ആൾക്കാർക്ക് ഈ ഒരു ഹ്യൂജ് സൈസ് കാണിക്കുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷൻ്റെ കൂടെ തന്നെ ആപ്പിൾ വാച്ചിനും മാക്കിനും ടിവിക്കും എല്ലാത്തിനും പുതിയ അപ്ഡേഷൻസ് ബീറ്റ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ അപ്ഡേഷൻ്റെ വിശേഷങ്ങൾ പറഞ്ഞ തൊട്ട് മുമ്പ് നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ റെഗുലറായിട്ട് ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ലീക്സും റൂമേഴ്സും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും. സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. തുടക്കം തന്നെ നമുക്ക് ഈ ഒരു അപ്ഡേഷൻ്റെ ബിൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യാം. അതിന് സെറ്റിംഗ്സിലേക്ക് പോവാം. അവിടെ നേരെ ബാക്കിലേക്ക് പോയി ജനറൽ എന്ന ഓപ്ഷൻ എടുക്കാം. എബൌട്ട് സെക്ഷൻ എടുത്ത് നമ്മൾ സോഫ്റ്റ് വെർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും iOS 26 23A 5330A എന്ന് ഈ ഒരു അപ്ഡേഷൻ്റെ ഒഫീഷ്യൽ ബിൽ നമ്പറാണ് ഈ കാണുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് പുതിയ മോഡേൺ ഫേമിൻ്റെ അപ്ഡേഷൻ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ബീറ്റ 6ലും 7ലും എങ്ങനെയായിരുന്നു നിങ്ങളുടെ കണക്ടിവിറ്റി, ആ ഒരു സെയിം കണക്ടിവിറ്റി പെർഫോമൻസ് ആയിരിക്കും ഈ ഒരു അപ്ഡേഷനിലും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഈ ഒരു അപ്ഡേഷനിൽ ആപ്പിൾ മേജറായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പുതിയ ഫീച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനല്ല, നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത എല്ലാ ഫീച്ചേഴ്സിൻ്റെയും പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും അതേപോലെ ഒപ്റ്റിമൈസേഷൻ, യൂസർ എക്സ്പീരിയൻസിൻ്റെ ഒപ്റ്റിമൈസേഷനാണ് ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിൽ മേജറായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നേരെ ഈ പറഞ്ഞ ലിക്വിഡ് ഗ്ലാസ്സിൽ ആദ്യം വന്ന കുറച്ച് ചേഞ്ചുകൾ കാണിച്ചു തരാം. ഈ പറഞ്ഞ ഡാർക്ക് മോഡിൽ നിന്ന് നേരെ ലൈറ്റ് മോഡിലേക്ക് ഇടാം. ലൈറ്റ് മോഡിലേക്ക് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആപ്പിൾ മ്യൂസിക് നമുക്ക് സെലക്ട് ചെയ്യാം. ആപ്പിൾ മ്യൂസിക് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ചും കൂടെ ഒരു ട്രാൻസ്പെറൻസി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് മനസ്സിലാവും കുറച്ചും കൂടെ ആ ഒരു ട്രാൻസ്പെറൻസി ലൈറ്റ് മോഡിലാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. നേരെ ഡാർക്ക് മോഡ് ഇടുമ്പോൾ ആ ഒരു ട്രാൻസ്പെറൻസിയിൽ ചെറിയൊരു മാറ്റം, അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്പെറൻസി കുറച്ചും കൂടെ കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. iOS 26ന്റെ ലൈറ്റ് മോഡിലാണ് ആ ഒരു ഫീച്ചർ കുറച്ചും കൂടെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതോടൊപ്പം ഈ ഒരു അപ്ഡേഷനിലേക്ക് വന്നപ്പോൾ ആപ്പിളിൻ്റെ ഏറ്റവും സ്മൂത്തസ്റ്റ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം iOS 26 ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആപ്പ് ലോഞ്ചിങ്ങും അതേപോലെ ക്ലോസിങ് ഒക്കെ ഭയങ്കര സ്മൂത്തായത്. ഇത് കണ്ടോ, എന്ത് സ്മൂത്തായിട്ടാണ് ആപ്പ് ലോഞ്ച് ചെയ്യുന്നത്, എന്ത് ഫാസ്റ്റാണ്. നിങ്ങൾ നോക്കുക, iOS 11ലാണ് എനിക്ക് ഈ ഒരു സ്മൂത്ത്നെസ് ലഭിക്കുന്നത്. ഞാൻ ഫോട്ടോ ആപ്പിലേക്ക് പോയി ആ ലോഞ്ചിങ് ആനിമേഷൻസും ലോഞ്ചിങ്ങിൻ്റെ സ്പീഡും എല്ലാം നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഒരു ബ്രാൻഡ് ന്യൂ ഡിവൈസ് എടുത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് എല്ലാ ആപ്ലിക്കേഷൻസും നമുക്ക് നേരെ ക്യാമറ എടുക്കാം. ക്യാമറയും അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് ലോഞ്ച് ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ ഈ പറഞ്ഞ റീസെൻ്റ് ആപ്സിൽ നിന്ന് ആപ്പിൾ മ്യൂസിക് ക്ലോസ് ചെയ്തു. എന്നിട്ട് ഒന്നും കൂടെ നമുക്കത് ഓപ്പൺ ചെയ്യാം. എന്നാലും ലോഡിങ് ആനുള്ള ആ ഒരു ടൈം അല്ലാതെ ആപ്പ് ലോഞ്ചിങ് നല്ല ഫാസ്റ്റായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡിങ് ആപ്പ് ലോഞ്ച് ആയിക്കോട്ടെ, പെർഫോമൻസ് ആയിക്കോട്ടെ, എല്ലാം ഈ ഒരു അപ്ഡേഷനിൽ നല്ല രീതിക്ക് ആപ്പിൾ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. iOS 8നെ വെച്ച് നോക്കുമ്പോൾ സ്മൂത്തസ്റ്റ് ഓഫ് ദ സ്മൂത്തസ്റ്റ് ആയിട്ടാണ് ആപ്പിൾ ഈ ഒരു അപ്ഡേഷൻ iOS 26ൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു അപ്ഡേഷനിൽ കുറച്ചധികം ബഗ്ഗുകളും ഞാൻ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ സെറ്റിങ്സ് എടുക്കാം. സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴത്തേക്ക് പോയിട്ട് നമ്മുടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ എടുക്കാം. ഇവിടെ ലൊക്കേഷൻ സർവീസ് എന്ന് കാണുന്ന ഈ ഒരു ഓപ്ഷൻ എടുത്ത് താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വാളറ്റ് ആപ്പിൻ്റെ ഐക്കണിലെ ഗ്ലിഫ് കാണാനുണ്ടാവില്ല. ഇതൊരു മേജർ ബഗ്ഗാണ്. iOS 26ന്റെ ബീറ്റ 5ലും 6ലും 7ലും എനിക്ക് സെയിം ഈ ഒരു ബഗ് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഓരോ അപ്ഡേറ്റിന് ശേഷവും ആപ്പിൾ ഇത് റിസോൾവ് ചെയ്യുന്നു. പക്ഷെ സ്റ്റിൽ ഇപ്പോഴും ഈ ഒരു ബഗ്, ഐക്കൺ ഗ്ലിഫിൻ്റെ ഈ ഒരു ബഗ് ആപ്പിൾ റിസോൾവ് ചെയ്തിട്ടുള്ള വാളറ്റ് ആപ്പിൽ മാത്രം. അതോടൊപ്പം ആപ്പിൾ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെയും ഐക്കൺ ഇതേപോലെ കാണിക്കുന്നില്ല എന്നൊരു റിപ്പോർട്ടുണ്ട്. സോ ഐക്കൺസ് എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ തന്നെ ഇൻബിൽഡ് ആപ്ലിക്കേഷൻ്റെ ഐക്കൺസ് ആണ് കാണിക്കാത്തതെന്ന് എന്തായാലും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ വേറെ ഒരു ബഗ് വന്നത്, എനിക്ക് ഈ പറഞ്ഞ ലോക്ക് സ്ക്രീനിലും ഒരു ബഗ് വന്നായിരുന്നു. ഇപ്പോൾ ഫോണിലെ പുതിയ ബഗ് iOS 26ൻ്റെ പുതിയ അപ്ഡേഷൻ കണ്ടിട്ടാണ് കേട്ടോ. ഇപ്പോൾ ലോക്ക് സ്ക്രീനിൽ ഫോട്ടോ കാണാൻ പറ്റില്ലേ? അൺലോക്ക് ചെയ്തിട്ട് കേട്ടോ, അൺലോക്ക് ചെയ്തു. ഇതുണ്ടോ, ബ്ലാക്കാണ്. ഈ പറഞ്ഞ ഹോം സ്ക്രീനിലെ വാൾപേപ്പർ ബ്ലാക്ക് ആയിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ സെയിം സാധനം റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബ്ലാക്ക് മാറും. ഞാൻ ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഡിവൈസ് റീസ്റ്റാർട്ട് ആവുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് അൺലോക്ക് ചെയ്യാം.
ഇപ്പോൾ ഡിവൈസ് നോക്കുമ്പോൾ മനസ്സിലാവും വാൾപേപ്പർ തിരിച്ചു വന്നിട്ടുണ്ട്. ഇതൊരു ബഗ്ഗായിരുന്നു എന്താ. ഇപ്പോൾ iOS 26 ഏറ്റവും പുതിയ ബേറ്റ ട്യൂട്ടോറിയലും ഈ ഒരു ബഗ് എനിക്ക് വരുന്നുണ്ട്. ഇത് ഞാൻ കാണിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഇതേപോലെ ചെറിയ ചെറിയ ബഗ്ഗുകളൊക്കെ നിങ്ങളുടെ ഫോണിൽ വരികയാണെങ്കിൽ ഏറ്റവും സിമ്പിൾ റെമഡി എന്ന് പറയുന്നത് റീസ്റ്റാർട്ട് തന്നെയാണ്. എൻ്റെ ഫോൺ റീസ്റ്റാർട്ട് ചെയ്തു, ആ ഒരു ബഗ് പോയി. ഈ വന്നിരിക്കുന്ന മേജർ 2 ബഗ് അല്ലാതെ എൻ്റെ ഡിവൈസിൽ വേറെ ബഗ്ഗുകളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പെർഫോമൻസ് വൈസ് എനിക്ക് അത്യാവശ്യം നല്ല സ്മൂത്ത് തന്നെയാണ് ഈ ഒരു ഡിവൈസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്രാൻഡ് ന്യൂ ഡിവൈസ് എടുത്ത പോലെയാണ് എനിക്ക് ഈ ഒരു അപ്ഡേഷന് ശേഷം ഡിവൈസ് ഫീൽ ചെയ്യുന്നത്. കുറേയധികം കൂട്ടുകാർക്ക് പെർഫോമൻസിൽ ചെറിയ ലാഗ് ഫീൽ ചെയ്യുന്നത് ഈ പറയുന്ന ഡാർക്ക് മോഡ് ക്ലിയറിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ ഒരു ചെറിയ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യാം, ജിഗിൾ മോഡ് ആക്ടിവേറ്റ് ചെയ്ത് എഡിറ്റിൽ പോയി കണ്ട് കസ്റ്റമൈസ് ചെയ്യാം. ഇവിടെ ക്ലിയർ എന്ന് പറയുന്ന iOS 26 ആ ഒരു ഏറ്റവും പുതിയ മോഡ് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഈ ഒരു മോഡ് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ എല്ലാ ആപ്ലിക്കേഷൻസും ഒന്ന് ക്ലിയറിലേക്ക് പോകാൻ ഒരു ടൈം എടുക്കും. അത് ഫോർ ഷുവർ അങ്ങനെ തന്നെയാണ്. കാരണം ഈ ഒരു ക്ലിയർ മോഡിലേക്ക് വരുമ്പോൾ എല്ലാ ആപ്പ് ഐക്കൺസും അതിലേക്ക് ചേഞ്ച് ചെയ്യണം. അതിൻ്റെ ഒരു ലാഗാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് ലാഗായിട്ട് കണക്ക് കൂട്ടരുത്. അത് യൂഷ്വലി ഈ പറയുന്ന ഡാർക്ക് മോഡും ലൈറ്റ് മോഡും മാറുന്ന പോലെയല്ല ക്ലിയർ മോഡിലേക്ക് മാറുമ്പോൾ. കാരണം എല്ലാ കാര്യങ്ങളും നമ്മുടെ കണ്ണിന് കാണാൻ പറ്റിയ രീതിയിലേക്ക് ആ ഒരു ഒപ്പേസിറ്റിയിലേക്ക് മാറുക എന്ന് പറയുന്നത് കുറച്ചും ടൈം കൺസ്യൂമിങ് ആണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വിജിറ്റ്സും ബാക്കി എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ ക്ലിയർ മോഡിലേക്ക് മാറണം. ആ ഒരു ടൈം ഒരു ബഗ്ഗായിട്ട് നിങ്ങൾ കണക്കൂട്ടരുത്. അതിനുശേഷം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഈ ഒരു പെർഫോമൻസ് ആണ് ബഗ് ഉണ്ടോ ഇല്ലയോ എന്ന് കണക്കൂട്ടേണ്ടത്. ഇനി iOS 26 ബാറ്ററി പെർഫോമൻസ് നമുക്ക് നോക്കാം. iOS 26 ബാറ്ററിയിൽ ബേറ്റ 7 ഞാൻ അത്ര വലിയ സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ഈ പറഞ്ഞ ഡിവൈസ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും അത്യാവശ്യം ഒരു ബാറ്ററി ഡ്രെയിൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇന്നലെ ഞാനൊരു ട്രാവലിംഗ് ചെയ്യുന്ന സമയത്ത് iOS 26 iOS 18 എൻ്റെ കയ്യിലുണ്ടായിരുന്നു. 26 ഞാൻ കൂടി വന്നാൽ ഒരു അരമണിക്കൂർ യൂസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ 20 മിനിറ്റ് യൂസ് ചെയ്തിട്ടുണ്ടാവും. അല്ലാതെ ഞാൻ ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ ഡിവൈസ് ഞാൻ ഇവിടുന്ന് പുറപ്പെടുമ്പോൾ 100% ഉണ്ടായത് തിരിച്ചു വരുമ്പോൾ 14% ആയിട്ട് കുറഞ്ഞായിരുന്നു. ഞാൻ ഒന്നും യൂസ് ചെയ്യാതെ എൻ്റെ ബാറ്ററിയുടെ സ്റ്റേറ്റസും ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഈ പറഞ്ഞ ബാറ്ററി ഹെൽത്ത് യെസ് സർവീസ് ആണ്, പക്ഷേ എന്നാലും ഇങ്ങനെ കുറയാനുള്ള ചാൻസ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നേരെ ഈ പറഞ്ഞ വ്യൂ ഓൾ ബാറ്ററി യൂസേജ് എടുത്തു. ഇന്നലത്തെ ഈ ഒരു ബാറ്ററി യൂസേജ് നോക്കുമ്പോൾ മനസ്സിലാവും ഏകദേശം 86% കുറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ബാറ്ററി ലോഗ് നിങ്ങൾ നോക്കിക്കേ. ഞാൻ പറഞ്ഞു രാവിലെ ഒരു 4 മണിക്ക് ഞാൻ ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ്. അത്ര നേരം ചാർജ് കുത്തിട്ടു. അതിനുശേഷം ഞാൻ എൻ്റെ ഡിവൈസ് അൺപ്ലഗ് ചെയ്തു. ചാർജ് കുറഞ്ഞിരിക്കുന്നത് നോക്കൂ, ഇങ്ങനെ പെട്ടെന്നാണ് കുറഞ്ഞിരിക്കുന്നത്. ഒരു 2 മണി 3 മണിയാകുമ്പോഴത്തേക്കും എൻ്റെ ഡിവൈസിലെ ചാർജ് 14%. സ്ക്രീൻ ഓൺ ടൈം നോക്ക്, 22 മിനിറ്റാണ് ഞാൻ ആകെ സ്ക്രീൻ ഓൺ ചെയ്തുള്ളൂ. സ്ക്രീൻ ഓഫ് ടൈം എന്ന് പറയുന്നത് 50 മിനിറ്റുമാണ്. ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഓൺ സ്ക്രീൻ 1 മിനിറ്റും ബാക്ക്ഗ്രൗണ്ടിൽ 14 മിനിറ്റുമാണ്. ഈ പറഞ്ഞ ബാറ്ററി ഇത്ര നേരം യൂസ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് ഞാൻ യൂസ് ചെയ്യുമ്പോൾ തന്നെ 14% കുറയാനുള്ള ചാൻസ് മേ ബി ഒരു ബഗ് ആയിരിക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാറ്ററി ഹെൽത്ത് ഒരു 73 ആയതുകൊണ്ടും അത് ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ബേറ്റ 1ഉം 2ഉം 3ഉം എല്ലാം യൂസ് ചെയ്തിട്ടും ഇത്രമാത്രം ഒരു ഹ്യൂജ് ഡ്രെയിൻ ഈ പറഞ്ഞ ബാറ്ററി ഫീൽ ചെയ്തിട്ടില്ല. അത് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് ഈ ഒരു ബേറ്റിൽ ഞാൻ നോട്ടീസ് ചെയ്ത് പറഞ്ഞത്. അല്ലാത്ത പക്ഷം ബാറ്ററിക്കോ ബാക്കി ഒരു കാര്യങ്ങൾക്കോ പെർഫോമൻസ് വൈസോ എനിക്ക് വലിയ ബഗ്ഗോ കാര്യങ്ങളോ ഫീൽ ചെയ്യുന്നില്ല. അടുത്തത് ഈ പറയുന്ന കൂട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് എന്നാണ് iOS 26 റിലീസ് ആകാൻ പോകുന്നതാണ്. ഇപ്പോൾ ആപ്പിളിൻ്റെ ഒരു പ്രഡിക്ഷൻ അനുസരിച്ച് മിക്കവാറും ഇന്ന് ഓഗസ്റ്റ് 26 തന്നെയായിരിക്കും ആപ്പിളിലെ പുതിയ ഐഫോൺ ഇവൻറ്റിൻ്റെ ഇൻവിറ്റേഷൻസ് തരാൻ പോകുന്നത്. കഴിഞ്ഞ കൊല്ലവും 2024 ഇതേപോലെ ഓഗസ്റ്റ് 26 ആയിരുന്നു ആപ്പിൾ ആ ഒരു ഇൻവിറ്റേഷൻ എല്ലാവർക്കും കൊണ്ടു കൊടുത്തത്. സോ അതേ സെയിം പാറ്റേൺ ഫോളോ ചെയ്യുകയാണെങ്കിൽ 26 നമുക്ക് ഐഫോൺ ഇവൻറ്റിൻ്റെ അത് ഇൻവിറ്റേഷൻ ലഭിക്കും. അതിനുശേഷം ഈ പറഞ്ഞ 9 അല്ലെങ്കിൽ 10 ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് സെപ്റ്റംബർ 9 ആയിരിക്കും ഐഫോണിൻ്റെ ആ ഒരു ഇവൻറ്റ് ലോഞ്ച് കാണാനുള്ള ചാൻസ്. ആ ഒരു ഇവൻറ്റിന് ശേഷം 12 മിക്കവാറും പ്രീ ബുക്കിംഗ് ഐഫോൺ സ്റ്റാർട്ട് ചെയ്യുക. 19 ഒഫീഷ്യലായിട്ട് ഈ പറയുന്ന ഐഫോൺ 17 പബ്ലിക്കലി റിലീസ് ആവുന്നത്. ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇടയിൽ 15 iOS 26 ഒഫീഷ്യൽ അപ്ഡേഷൻ ആപ്പിൾ റിലീസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ആപ്പിളിൻ്റെ ഐഫോണും iOSൻ്റെയും ഒരു പ്രഡിക്ഷൻ ലൈനപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു iOS 26 വീഡിയോയിൽ എല്ലാ പുതിയ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞു മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക,
എല്ലാ കൂട്ടുകാർക്കും ഷെയർ കൊടുക്കുക. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിൾ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം. പക്ഷേ അത് നമുക്ക് ഏറ്റവും വലിയൊരു കാര്യമാണ്. സോ ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും ട്വിറ്ററിൽ കൂടെയൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് Ebin Xavier signing from Evica.